കുറെ നേരം ആയല്ലോ നീ ആലോചന തുടങ്ങിയിട്ട്. ഇത് നീ നേരത്തെ ആലോചിച്ചിരുന്നെങ്കില് മണിമാല ഇപ്പൊ എന്റെ കയ്യിലിരുന്നേനെ. ശ്രമിക്കാത്തോണ്ടല്ലോ ചേച്ചി, അവരതുകൊണ്ട് കടന്നു കളയുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. കരുതണമായിരുന്നു. 2 സ്ത്രീകളും ഒരു കിഴവനും നിന്നെ പറ്റിച്ച് മണിമാലയും കൊണ്ട് കടന്നു കളഞ്ഞുവെങ്കിൽ അത് അവരുടെ കഴിവ് കൊണ്ടല്ല, നിന്റെ കഴിവുകേട് കൊണ്ട. 1000 ആവർത്തി നിന്നോട് ഞാൻ ചോദിച്ചു എല്ലാം ഓക്കെ അല്ലേന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? എല്ലാം നിന്റെ കയ്യില് ഭദ്രമാണെന്ന്. നിന്റെ മനസ്സിലും ആ വാശിയും ദേഷ്യവും ഉള്ളതുകൊണ്ടാ ഞാൻ ഒന്നിലും കേറി ഇടപെടാത്തത്. എന്നിട്ടിപ്പോ തലയും കുനിച്ച് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇതിപ്പോ എത്ര ദിവസമായി? നീ അതേക്കുറിച്ച് ഓർക്കെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ ചേച്ചി. 10ാം വയസ്സ് മുതല് എന്റെ ഉറക്കം കിടത്തുന്ന സ്വപ്നമായിട്ട് ഞാൻ എന്നെ കൊണ്ടു നടക്കുന്നതാണ്. എന്റെ കൈകൊണ്ട് ആ കിഴവൻ തമ്പുരാനെയും തമ്പുരാട്ടിയും തീർക്കുക, അതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അത് ഞാൻ നടത്തി കഴിഞ്ഞു. രണ്ടാമത്തേത് മണിമാല കൈക്കലാക്കുക. എന്റെ അച്ഛന്റെ ജീവന്റെ വിലയുണ്ട് ആ മണിമാലയ്ക്ക്. അതിനി ആരുടെ കയ്യിലായിരുന്നാലും ശരി, അവരെ കൊന്നിട്ട് ഞാൻ അത് ചേച്ചിയുടെ കാൽ കഴുകി കൊണ്ടുവെക്കും. അത് കഴിഞ്ഞിട്ടെന്ന് എനിക്ക് വിശ്രമമുള്ളൂ. ചന്ദ്രലേഖ ഉച്ചഭക്ഷണം തയ്യാറാക്കാനും ജ്യൂസും കൊണ്ട് ഈ പെൺകുട്ടി വരാനുമാണ് മാഡം പറഞ്ഞത്. നീ ഈ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്ക്, അല്ലെങ്കിൽ പിന്നെ മൊത്തം പുകയിലാവും. പിടിക്ക്. ഞാൻ ആലോചിക്കുന്നത് അതല്ല. ആ ശിവദാസനും കുടുംബത്തിനും മണിമാലയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അതിന്റെ പഴക്കവും അതിന്റെ വിലയും അറിയാവുന്ന അവര് അതിനെ എവിടെയെങ്കിലും വിൽക്കാൻ തീരുമാനിച്ച പിന്നെ ഒരിക്കലും എനിക്കത് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ ശിവദാസൻ എന്ന് പറയുന്നവന് അങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നതിന് മുമ്പ് അയാളെ കണ്ടെത്തി ആ മണിമാല കൈക്കലാക്കും. എടോ, മനുഷ്യനായാലേ കുറച്ചുളുപ്പൊക്കെ വേണം. നിർത്തിക്കേ. ഞാനേ ഡ്രൈവർ ആണെങ്കിലും എന്നെ ഒരു മകനെ പോലെ രമമ്മ കാണുന്നത്. ഒരമ്മയുടെ സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ട്. അതെന്നെ അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ഉള്ളതുകൊണ്ടാ. അതെ, ഞാൻ ഡ്രൈവറും താൻ ചന്ദ്രാമ്മയെ സഹായിക്കാൻ വന്നതും. എന്ന് കരുതി എന്നെ ഭരിക്കാന്ന് പറയണ്ട. ഞാനുണ്ടല്ലോ കുറെ വർഷങ്ങൾ കൊണ്ട് ഉണ്ട്. താനിപ്പോ വന്ന് കേറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും എന്നെ ഭരിക്കാനൊന്നും നിക്കണ്ട. എടോ ഡ്രൈവറേ, ഞാനേ വെറുതെ ചന്ദ്രാമ്മയെ സഹായിക്കാൻ വന്നതല്ല. ഞങ്ങളേ ഇവിടുത്തെ അകന്നൊരു ബന്ധു കൂടിയാ. അപ്പോ ഇവിടുത്തെ ഡ്രൈവറെ ഭരിക്കാൻ എനിക്ക് അവകാശമുണ്ട്. കുറച്ച് ദിവസം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ ഇവിടെ ഉള്ളവരോട് പറയുന്നുണ്ട് തന്നെ ഇനി വീട്ടിൽ കയറ്റരുതെന്ന്. ഇവിടെ ഉള്ളവരെ സ്നേഹം കാണിച്ച് തനിക്ക് പറ്റിക്കാൻ പറ്റുമായിരിക്കും. ആ വേഷം കെട്ടും കൊണ്ടേ ഈ ചിന്നൂന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അവളെവിടെ? അവളെ അവിടെയൊന്നും കാണുന്നില്ല. കാണുന്നില്ലെന്നോ? പിന്നെ അവളെവിടെ പോവാൻ? അവര് മാർക്കറ്റിലേക്കൊന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. അവളെന്താ നിങ്ങളോട് പറയാതെയാണോ പോയത്? പറഞ്ഞിരുന്നു, രാവിലെ പറഞ്ഞിരുന്നു. പക്ഷേ എപ്പോ പോകുന്നു പറഞ്ഞില്ല. വന്നതേ ഉള്ളൂ. മാർക്കറ്റിലൊന്നും ഒറ്റയ്ക്ക് പറഞ്ഞു വിടണ്ട. വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് മതി. നീ ഇവിടെ ഉണ്ടായിരുന്നോ?
എന്നിട്ട് പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ആ ചേട്ടനെ വിമാനം പറത്തി. നീ എന്താ പറത്താൻ പോകുന്നത്? എല്ലാരും ആകാശത്തൂടെ പറഞ്ഞാൽ ഭൂമിയിലും ആരെങ്കിലുമൊക്കെ വേണ്ടേ?